ദിവ്യാംഗരായ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുക, അവരെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഈ ദൗത്യത്തെ ജീവിതത്തോട് ചേർത്തവർ അനവധിയുണ്ട്. അവരെ പ്രതിനിധീകരിക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കരയിൽ പ്രതീക്ഷ നികേതൻ എന്ന സ്പെഷ്യൽ സ്കൂളിലെ ഒരു കൂട്ടം വനിതകളുടെ ജീവിതത്തിലേക്കാണ് ജനം TV പ്രേക്ഷകരെ ഇനി എത്തിക്കുന്നത്. ഭിന്നശേഷി കുട്ടികൾക്കായി ജീവിതം മാറ്റിവെച്ച ഒരു കൂട്ടം അധ്യാപികമാരുടെ കഥയാണ് പ്രതീക്ഷ നികേതന് പറയാനുള്ളത്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ കഴിഞ്ഞ 37 വർഷമായി ഇവിടെ പഠന പാഠ്യേതര വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വനിതകൾ മാത്രമാണ്. പ്രതീക്ഷ നികേതനിലെ കുട്ടികൾ ഇങ്ങനെയാണ്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലുമെല്ലാം അവർ ഒന്നാമത്. വിശ്രമമില്ലാതെ അതിന് ചുക്കാൻ പിടിക്കുന്നത് സിസ്റ്റർ റാണി മരിയയുടെ നേതൃത്വത്തിലുള്ള 13 പേരടങ്ങുന്ന ഈ അധ്യാപികമാർ. ഒൻപത് വർഷത്തിലധികമായി ഈ കുട്ടികൾക്കായി പ്രവർത്തിക്കുകയാണ് സിസ്റ്റർ റാണി മരിയ. കൂട്ടിനുള്ള അധ്യാപികമാരിൽ അധികവും 15ഉം 20ഉം വർഷത്തിലധികമായി ഈ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്നവരും. FCC സന്യാസി സമൂഹത്തിന് കീഴിൽ 1888 പ്രതീക്ഷ നികേതൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. 37 വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ഇവിടെ പഠനം പൂർത്തിയാക്കി മടങ്ങിയത് 299 പേരാണ്. ഇപ്പോൾ 97 കുട്ടികൾ പഠിക്കുന്നു. ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവുകൾ ചികഞ്ഞെടുത്തുള്ള ചിട്ടയായ പരിശീലനം. പൂവാണോ ഇത്? ഇല, ഈ, ആ, ല. ഇവർക്ക് എടുത്തേക്കുന്ന സിലബസ് എന്ന് പറയുന്നത് എപ്പിക് എന്ന് പറഞ്ഞ സിലബസ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നൈപുണ്യങ്ങളായിട്ട് തിരിച്ചേക്കുന്നത്. നമ്മുടെ സാധാരണ നോർമൽ സ്കൂളിലെ സബ്ജക്റ്റുകൾ പോലെ തന്നെ ഇവിടെ നൈപുണ്യങ്ങൾ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തന്നെയാണ്. അതിനകത്ത് ഗണിത നൈപുണ്യം, കലാകായിക നൈപുണ്യം, പ്രാഥമിക ഗാർഹിക നൈപുണ്യം, അങ്ങനെ പറഞ്ഞ 8 നൈപുണ്യങ്ങൾ കുട്ടികൾക്ക് എടുക്കുന്നുണ്ട്. വൊക്കേഷണലിലോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് കൂടുതലും വൊക്കേഷണൽ ആക്ടിവിറ്റീസാണ് ചെയ്യിപ്പിക്കുന്നത്. കൊന്ത നിർമ്മാണം, ക്യാൻഡിൽ മേക്കിങ്. പിന്നെ 15 വയസ്സിലേക്ക് താഴേക്കുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷം കുറേ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻ്റ് ടോയ്ലറ്റിംഗ് ആണെങ്കിലും അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിധം എല്ലാം മാറ്റാറുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് എല്ലാം മാറ്റി പ്രോഗ്രസ് ഓരോ വർഷം തോറും ആ കുട്ടി ഓരോ പ്രോഗ്രസ്സിലേക്ക് കയറി വരുന്നുണ്ട്. കലാകായിക മേളകളിൽ നിരവധി പുരസ്കാരങ്ങൾ ഈ സ്നേഹവീട്ടിലെ കുട്ടികൾ അധ്യാപികമാരുടെ മികവിൽ നേടിയെടുത്തിട്ടുണ്ട്. പ്രതീക്ഷ നികേതനിലെ കുട്ടികളുടെ മാസ്റ്റർ പീസുകൾ ഇവയാണ്. കുട്ടികളെ ഈ നിലയിലേക്ക് പ്രാപ്തരാക്കിയത് ഈ അധ്യാപികമാരുടെ നിശ്ചയദാർഢ്യം. 1958 നമ്മൾ സ്ഥാപനം തുടങ്ങിയത്. അന്ന് ശരിക്കും 10 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അത് വികസിച്ച് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ കുറച്ച് പിള്ളേരെ ഇങ്ങനെ വന്ന് പരിശീലനമൊക്കെ നേടി അവർ നല്ല മിടുക്കരായിട്ട് വരുന്നത് കണ്ടിട്ട് ബാക്കി പേരൻസിൻ്റെ അങ്ങനെ അവരെ അതെല്ലാം പരിശീലനം ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്നല്ല ഇത് സ്കൂളിനെ കുറിച്ച് പരിചയപ്പെടുത്തി അങ്ങനെ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പേരൻസിനെ ബോധവൽക്കരണമൊക്കെ നടത്തി അങ്ങനെയാണ് പിന്നെ കുട്ടികളെ കൂടുതൽ കണ്ടുപിടിച്ച് നമ്മുടെ സ്കൂളിലേക്ക് ചേർക്കാനായിട്ട് പേരൻസ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ 299 പേര് ഇപ്പോൾ പരിശീലനം നേടിക്കഴിഞ്ഞു. ഈ വർഷം നമ്മൾ 97 കുട്ടികളായിട്ട് പരിശീലനം നേടുന്നത്. മറ്റു സ്കൂളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടെ ഇവരെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേക പരിശീലനം നേടിയ ടീച്ചേഴ്സാണ് പരിശീലനം കൊടുക്കുന്നത്. 37 വർഷത്തെ ചരിത്രത്തിൽ വനിതാ അധ്യാപകർ മാത്രമാണ് ഈ സ്കൂളിൽ സ്ഥിരം സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. വിവിധ സ്വഭാവ സവിശേഷതകളിലെത്തുന്ന കുട്ടികളെ ഇത്രത്തോളം പരുവപ്പെടുത്താൻ ഇവർക്കല്ലാതെ മറ്റാർക്കു കഴിയും?
വിജയമാണ് ഈ കുട്ടികളുടെ വിജയം. ഇവരുടെ തണലിൽ ഈ കുട്ടികൾ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ. സുബിൻ തോമസ്, ജനം, ഇടുക്കി.